ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ തകർന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന താവളങ്ങളിലൊന്നായ നൂർ ഖാൻ വ്യോമതാവളം പുനർനിർമ്മിക്കുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന വ്യോമതാവളത്തിന്റെ ഭാഗങ്ങൾ പാകിസ്ഥാൻ പുനർനിർമ്മിക്കുന്നുവെന്നാണ് പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. മെയ് മാസത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന സംഘർഷത്തിനിടെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഈ വ്യോമതാവളം വലിയ തോതിൽ തകർന്നിരുന്നു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള തീരുവകൾ കുറയ്ക്കുന്നത് അമേരിക്കയെ വ്യാപാര പ്രതികാര നടപടികളിലേക്ക് തള്ളിവിടുമെന്നും വിവിധ രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരമോന്നത കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് തീരുവ ഏതുവിധത്തിൽ സ്വാധീനം ചെലുത്തുമെന്നതിനെക്കുറിച്ച് ട്രംപ് ഭരണകൂടം അറിയിച്ചത്. തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് രാഷ്ട്രീയം മാറിമറിയുകയാണ്. ഒ പനീർശെൽവത്തിന് പിന്നാലെ ടിഡിവി ദിനകരനും എൻഡിഎ വിട്ടു. മതിയായ പരിഗണന ലഭിക്കാത്തതാണ് ദിനകരനെ ചൊടിപ്പിച്ചത്. ഇതോടെ ചെറുകക്ഷികൾ നടനും ടിവികെ നേതാവുമായ വിജയുമായി കൂടുതൽ അടുക്കാനുള്ള സാധ്യതയാണ്. ഇരു നേതാക്കളും അടുത്തിടെ വിജയിയെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പുതിയ GST നിരക്ക് പരിഷ്കരണം സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കും. നേരത്തെയുണ്ടായിരുന്ന 4 സ്ലാബുകളിൽ നിന്ന് 2 സ്ലാബുകളായി 5%, 18%. GST ഘടന ലളിതമാക്കിയതോടെ ദൈനംദിന ഉപയോഗ വസ്തുക്കൾ മുതൽ വാഹന ഭാഗങ്ങൾ വരെ വില കുറയും. പരിഷ്കരണം ഉപഭോഗത്തെ സമ്പദ്വ്യവസ്ഥയുടെ എഞ്ചിൻ ആക്കി മാറ്റുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇടത് സഹയാത്രികനും പാലക്കാട് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിരുന്ന ഡോക്ടർ സരിൻ നേരെ ഉയരുന്ന ആരോപണങ്ങളിൽ പ്രതികരിച്ച ഭാര്യ സൗമ്യയ്ക്ക് മറുപടിയുമായി രാഗരഞ്ജിനി. സരിനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതിനാൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്നായിരുന്നു സൗമ്യ സരിന്റെ ഉപദേശം. ഇതിനാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ രാഗരഞ്ജിനി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ജീവിതത്തിൽ ഇന്നോളമുണ്ടായിട്ടുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞ ഓണാഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഉത്രാടം നാളിലേതെന്ന് ഞാൻ പറയും. രാവിലെ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മയും 2 കുട്ടികളും റോഡിലേക്ക് ഇറങ്ങിവന്ന് സ്വീകരിച്ചു. അവരോടൊപ്പം ആ വീടിന്റെ പൂമുഖത്തേക്ക് കയറിയിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷമാണ് അനുഭവപ്പെട്ടത്. അവരുടെ ജീവിത സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ഒരു ദിവസമാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന 56ാമത് GST കൌൺസിൽ യോഗം നിരക്കുകൾ പരിഷ്കരിക്കുന്നതിന് അംഗീകാരം നൽകി. നേരത്തെ ഉണ്ടായിരുന്ന 12%, 28% സ്ലാബുകൾ നിർത്തലാക്കിക്കൊണ്ട് പുതിയ 5%, 18% സ്ലാബുകളാവും രാജ്യത്ത് നിലവിൽ ഉണ്ടാവും. ശബരിമലയിൽ കയറി അയ്യപ്പനെ തൊഴണമെന്ന് കേരളത്തിലെ വിശ്വാസികളായ സ്ത്രീകൾ ആഗ്രഹിക്കുന്നുവോ അന്ന് അമ്പലവാതിൽ അവർക്ക് മുന്നിൽ തുറന്നിരിക്കുമെന്ന് എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ. നിയമവും ഉത്തരവും അതിനു പിറകെ വരും. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് വെറുമൊരു ചൊല്ല്. മറ്റെന്തൊക്കെ ആഘോഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും മലയാളിക്ക് അതിലെല്ലാം വലുത് എന്നും ഓണം തന്നെയായിരിക്കും. നാനാജാതിയിലും മതത്തിലുംപ്പെട്ടവർ, വ്യത്യസ്ത രാഷ്ട്രീയം പേറുന്നവർ, പല തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ എന്നിങ്ങനെ എല്ലാ കൂട്ടരും ഓണത്തെ വരവേൽക്കാനായി കാത്തിരിക്കാറുണ്ട്. പാൽ, ചായ, കാപ്പി പ്രിയർക്ക് ഇരട്ടി ആഘാതമായി മിൽമ പാൽ വില കൂട്ടിയേക്കും. ഓണത്തിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ഉത്പാദന ചെലവ് വർദ്ധിച്ചതോടെ പാൽ വില കൂട്ടണമെന്ന ആവശ്യം കർഷകർ ഉയർത്താൻ തുടങ്ങിയിട്ട് നാളേറെയായിരുന്നു. ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിക്കുമെന്നാണ് സൂചന.